വേദിയിൽ കോൺവൊക്കേഷൻ സെറമണി ആരംഭിക്കുകയാണ്. പേര് വിളിക്കപ്പെടുന്ന വിദ്യാർത്ഥികൾ സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങാൻ വേണ്ടി മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആദ്യമായി മുഹമ്മദ് ഫർഹാൻ CM, സൺ ഓഫ് ഷിഹാബ് CM ആൻഡ് ഷെർസാബി. മുഹമ്മദ് ഷാദിൽ AP, സൺ ഓഫ് റിയാസ് AP ആൻഡ് ജെയ്സത്ത്. അസ്വ ഫാത്തിമ MP, ഡോട്ടർ ഓഫ് അനീസ് MP ആൻഡ് റഫിയത്ത്. മുഹമ്മദ് മെഹ്സാൻ KP, സൺ ഓഫ് മനാഫ് KP ആൻഡ് അസ്നത്ത്. അൽ ഹിലൻ, സൺ ഓഫ് ബദറുദ്ദീൻ ആൻഡ് റബ്സീന. നദ ഫാത്തിമ KP, സൺ ഓഫ് ഡോട്ടർ ഓഫ് അൻവർ ആൻഡ് നദീറ മോൾ. റിൻഷ CP, ഡോട്ടർ ഓഫ് മുഹമ്മദ് റാസിഖ് CP ആൻഡ് അസ്മിയ. അബ്ദുൽ ഹാഫിസ് BP, സൺ ഓഫ് മുഹമ്മദ് റാസിഖ് BP ആൻഡ് ഷബീബ. റജ്വാൻ AP, സൺ ഓഫ് റൌഫ് AP ആൻഡ് മുഹ്സിന. നഷ്വ നജ KK, ഡോട്ടർ ഓഫ് നജാഫ് KK ആൻഡ് അഷിതമോൾ. മുഹമ്മദ് സ്വാലിഹ് V, സൺ ഓഫ് സമീർ V ആൻഡ് ഹസീന. ഫാത്തിമ നെയ്ഷ KO, ഡോട്ടർ ഓഫ് ഇസ്മായിൽ KO ആൻഡ് മുനീറ. സൽമാനുൽ ഫാരിസ്, സൺ ഓഫ് റമീസ് ആൻഡ് ജംഷീറ. ആയിഷ ഷെസ P, ഡോട്ടർ ഓഫ് അദിനാൻ P ആൻഡ് ഫാത്തിമ ഫൈഹല. മുഹമ്മദ് ഷിഹാം K, സൺ ഓഫ് ഷിഹാബ് K ആൻഡ് ജംഷിമോൾ. ആമിയ മഹ്വിഷ് KP, ഡോട്ടർ ഓഫ് ഇഷാഖ് KP ആൻഡ് ഫാത്തിമ. മുഹമ്മദ് റസാൻ CP, son of Akbar CP
and Sufaila. Fatima Juhana MP, daughter of Nishad MP and Jusaira. Azmina Azin KP, daughter of Asif KP and Afsira Mol. Muhammad Fahzin P, son of Muhammad Fasil and Mufida. Jaza Mehrin AP, daughter of Jafar Ali and Fatima Shamla. Muhammad Mahir Zain MP, son of Muhammad Hussein MP and Sumanat. Muhammad Hadi TK, son of Abdul Manaf TK and Nusaiba. Rana Mahar, daughter of Riyas and Sulfia. Muhammad Basim M, son of Abu Bakr M and Nusaiba. Musliha, daughter of Sayyidali Koya MK and Fatima. Nafiha AP, daughter of Latif and Nasriya. Fatima Arha P, daughter of Jafar P and Sajida. Yamin Jaish, daughter of Abdul Jalil and Ruxana.
ഈ സദസ്സിന് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് പാണക്കാട് സയ്യിദ് റാജി അലി ശിഹാബ് തങ്ങൾ സംസാരിക്കുന്നു. തങ്ങൾ അവർകളെ സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനാദരകൾ നിറഞ്ഞ വേദിയുടെ അധ്യക്ഷൻ അബ്ദുസ്സമദ് ഫൈസി ഉസ്താദ് അവറുകൾ, സമാദരണീയരായ വേദിയിലിരിക്കുന്ന ഉസ്താദന്മാർ, ഉലമാക്കൾ, ഉമറാക്കൾ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, രക്ഷിതാക്കളെ, സുഹൃത്തുക്കളെ, നമ്മുടെ മക്കളുടെ കോൺവൊക്കേഷൻ സെറിമണിയിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അവരുടെ ജീവിതത്തിൽ അവർ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞ് അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്ന ഒരു മനോഹരമായ സദസ്സ്. ഇവിടെ പേരിട്ടിരിക്കുന്നത് ഫെസ്റ്റിവൽ ഓഫ് ലിറ്റിൽ സ്റ്റാർസ്, കുഞ്ഞ് താരകങ്ങളുടെ ഒരു ആഘോഷ മുഹൂർത്തമെന്ന്. ഈ ഒരു അവസരത്തിൽ അവരുടെ മുഹൂർത്തത്തിന് ഭംഗമേൽപ്പിക്കുന്നതാകും ഞാൻ കുറേയധികം സമയമെടുത്ത് സംസാരിച്ചാൽ. അവർ വളരെയധികം സന്തോഷത്തോടുകൂടെ ഉത്സാഹിച്ച് കളിച്ച് നടക്കുന്ന, ചിരിച്ച് കളിച്ച് നടക്കുന്ന ഒരു സമയമാണ്, പ്രായമാണ്. ആ സമയത്ത് അവരെ പിടിച്ചിരുത്തിക്കൊണ്ട് കുറേ നേരം സംസാരിപ്പിക്കാൻ, അവരോട് കേൾക്കാൻ പറയാൻ ഞാൻ ആളല്ല. എന്നാൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ രക്ഷിതാക്കളും നമ്മൾ ജ്യേഷ്ഠതി സഹോദരി സഹോദരന്മാരുമാണ് അവരുടെ ഈ പ്രായത്തിൽ ഏറ്റവും കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടത്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ അവർ സോഷ്യൽ മീഡിയയിലേക്കൊക്കെ മറ്റെങ്ങുമില്ലാത്ത രീതിയിൽ സോഷ്യൽ മീഡിയയിലേക്ക് എക്സ്പോസ്ഡ് ആണെന്ന് പറയുമ്പോൾ അതൊരു മോശം കാര്യം ആയതുകൊണ്ടല്ല. പക്ഷേ മനുഷ്യചരിത്രത്തിൽ ഇന്ന് ഒരു ചെറിയ കുട്ടിക്ക്, നമ്മളുടെ ഓരോ വീട്ടിലുമുള്ള കുട്ടിക്ക് കഴിഞ്ഞ ഒരു 14,000 കൊല്ലത്തെ മനുഷ്യ ചരിത്രത്തിൽ തന്നെ എടുത്തു നോക്കിയാൽ ഈ കഴിഞ്ഞ ഒരു 100 വർഷത്തിന് ശേഷം ഉള്ളതും അല്ലെങ്കിൽ 100 വർഷം വരെ മുന്നേ ഉള്ളതും അതിൻ്റെ മുമ്പുള്ളതും വളരെയധികം വ്യത്യസ്തമാണ്. ഇന്ന് നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് ആർക്ക് വേണമെങ്കിലും ഒരു ഫോൺ കയ്യിലുണ്ടെങ്കിൽ, പണ്ട് കാലത്തൊക്കെ ഒരു രാജാവ് അതല്ലെങ്കിൽ വലിയ സമ്പന്നൻ, അവരൊക്കെ ആഗ്രഹിച്ചാൽ പോലും നടക്കാത്ത കാര്യങ്ങൾ ചെയ്യുവാനും കാണുവാനും ആസ്വദിക്കാനും കഴിയുന്ന ഒരു കാലഘട്ടത്തിൽ, കുറച്ച് കാലങ്ങൾക്ക് മുന്നേ കുറച്ച് രാജാക്കൾ, രാഷ്ട്രീയ സ്വാധീനമുള്ള മന്ത്രിമാർ, സാമ്പത്തികമായിട്ട് വലിയ നേട്ടമുണ്ടാക്കിയിരുന്ന ആളുകൾ, നമ്മൾ ചരിത്രത്തിലൊക്കെ നോക്കുമ്പോൾ കുറേ ആളുകളുണ്ട്. അതിൽ വിജയിച്ചവരും ജീവിതത്തിൽ പരാജയപ്പെട്ടവരും ഒക്കെയുണ്ട്. ജീവിതത്തിൻ്റെ സുഖങ്ങൾ കൂടി പോയത് കാരണം ജീവിതത്തിൻ്റെ മൂല്യങ്ങൾ മറന്നുപോയ ചരിത്രങ്ങളൊക്കെ നമുക്ക് അനവധിയാണ്. എന്നാൽ ഇന്ന് അങ്ങനത്തെ ആളുകൾക്ക് പോലും കിട്ടാത്ത ദുന്യവിയായ സൗകര്യങ്ങൾ ഇന്ന് നമ്മളിൽ ഓരോരുത്തർക്കും നമ്മുടെ ഗൃഹാന്തരങ്ങളിൽ ഇരുന്നു കൊണ്ട് ഒരു ഫോണും ഇൻ്റർനെറ്റ് കണക്ഷനും ഉണ്ടെങ്കിൽ നമുക്ക് ലഭ്യമാണ്. നമ്മുടെ മക്കളുടെ സ്ഥിതിയും അതാണ്. മക്കൾ വളർന്നു വരുന്നത് അങ്ങനെയാണ്. ദുനിയാവിൻ്റെ എല്ലാ സുഖലോലുപതയിലേക്കും അവർ എക്സ്പോസ്ഡ് ആണ്. അവർക്ക് ആ കാലഘട്ടത്തിൽ ഇവർ ഈ ഒരു സമയത്ത്, ഈ ഒരു പ്രായത്തിൽ ഏറ്റവും കൂടുതൽ നിരീക്ഷിച്ച്, നമ്മളറിയാതെ അവരറിയാതെ തന്നെ അവർ ഓരോ കാര്യങ്ങളും നിരീക്ഷിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, അവരുടെ ഈ പ്രായത്തിൽ പുറത്തിറങ്ങി കളിച്ച് പഠിക്കേണ്ട സമയത്ത് അവർ വീട്ടിനുള്ളിലാണ്, നമ്മുടെ അടുക്കലിലാണ്. അവർ ജീവിതം പഠിക്കുന്നത് നമ്മളിൽ നിന്നാണ്. അവർക്ക് ജീവിതം ഏതാണ്, മൂല്യാധിഷ്ഠിതമായിട്ടുള്ള സത്യമേതാണ്, കളവേതാണ്, നന്മ ഏതാണ്, തിന്മ ഏതാണ് എന്ന് ജീവിതം കാണിച്ചു കൊടുക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. ആരെയും അള്ളാഹു മോശക്കാരാക്കി പടച്ചിട്ടില്ല. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, ഏറ്റവും നല്ല രീതിയിലാണ് അള്ളാഹു സൃഷ്ടിച്ചത്. ചില ആളുകൾ അതപ്പതിച്ചു പോയിട്ടുണ്ട്. ആരാണ് ആളുകൾ? ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി, വിശ്വസിക്കാത്ത ആളുകൾ, നന്മ ചെയ്യാത്ത ആളുകൾ. എന്താണ് നന്മ? എന്തിനാണ് അള്ളാഹു തആല നന്മ ചെയ്യാത്ത ആളുകൾ, വിശ്വാസമില്ലാത്ത ആളുകൾ എന്നൊക്കെ പറയുന്നത്? ജീവിതത്തിൽ അച്ചടക്കമുള്ള ആളുകൾ. അള്ളാഹു നന്മ ചെയ്യാൻ പറഞ്ഞിട്ട് നമ്മളോട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ഓർത്തു നോക്കൂ. 5 വക്ത നിസ്കാരം, നോമ്പ്, സക്കാത്ത്, മനുഷ്യ വ്യക്തി ജീവിതവും സാമൂഹിക ജീവിതവും മെച്ചപ്പെടുത്തുന്ന കാര്യങ്ങളാണ് അള്ളാഹു തആല ഫർളാക്കിയിട്ട് നമ്മളോട് ചെയ്യാൻ പറയുന്നത്. അതെല്ലാം ചെയ്യുന്നതിൻ്റെ പിന്നിൽ വളരെയധികം നിറയെ രഹസ്യങ്ങളും ഹിക്മത്തുകളും അള്ളാഹു തആല ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്.
നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാൻ കഴിയുന്നത് അങ്ങനത്തെ രഹസ്യങ്ങളിൽ കുറേ രഹസ്യങ്ങളുടെ കൂട്ടത്തിൽ ഒരു രഹസ്യം മനുഷ്യ ജീവിതവും സാമൂഹിക ജീവിതവും ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോകണം, മനുഷ്യനെന്നും വികസനത്തിലേക്ക് എത്തണം എന്നുള്ള ഒരു അടിസ്ഥാന കാര്യമാണ്. ഇതിലൂടെ വരുന്ന അച്ചടക്കം കൊണ്ട് നമ്മൾ ജീവിതത്തിൽ ഓരോ രീതിയിലും ഓരോ ഉയരങ്ങൾ കീഴടക്കിക്കൊണ്ടിരിക്കും. നമ്മുടെ മക്കൾ അങ്ങനെ ഉയരങ്ങൾ കീഴടക്കാനുള്ള ആളുകളാണ്. ഇസ്ലാം പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. എന്തിനാണ് നമ്മൾ അൽബിറിലേക്ക് വിടുന്നത്? ഭൗതികമായ വിദ്യാഭ്യാസത്തിനോടൊപ്പം മൂല്യ വിദ്യാഭ്യാസം, മൂല്യാധിഷ്ഠിതമായിട്ടുള്ള മൂല്യങ്ങളും പഠിച്ചുകൊണ്ട് മുന്നേറാൻ. ഇസ്ലാം ഒരിക്കലും ആരെയും ഭൗതികതരമായിട്ടുള്ള വിദ്യാഭ്യാസം നേടി ഉന്നതിയിലെത്തുന്നത് തടയുന്നില്ല. നേരെ മറിച്ച് ഫർള് കിഫയാണ്. ഒരു സമൂഹത്തിൽ ഡോക്ടേഴ്സും എൻജിനീയേഴ്സും ആസ്ട്രോനോട്ട്സും സമൂഹത്തിന് ആവശ്യമുള്ള എല്ലാ തസ്തികകളിലുമുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന്, നമ്മുടെ മക്കളിൽ നിന്ന് ഉണ്ടായി വരണം. എന്നാൽ അതിനേക്കാളും ഒരൊറ്റ മുകളിൽ കുറച്ച് മുൻഗണന നമ്മൾ കൊടുക്കേണ്ടത് അവരെ നല്ല മനുഷ്യരാക്കേണ്ടിടത്താണ്. അതിന് ശ്രദ്ധിക്കേണ്ടത് വിദ്യാർത്ഥികളല്ല, വിദ്യാർത്ഥികൾ കണ്ടുപഠിക്കുന്ന നമ്മൾ രക്ഷിതാക്കളാണ്. നമ്മുടെ ജീവിതത്തിൽ കൃത്യമായിട്ടുള്ള നന്മ തിന്മ മൂല്യങ്ങൾ, നന്മ ഏതാണ് തിന്മ ഏതാണെന്ന് മനസ്സിലാക്കി കൊടുത്ത് നല്ല മനുഷ്യരാക്കിയിട്ട് ദൈവീക ദർശനം ഉൾക്കൊള്ളുന്ന ഹൃദയമാകണമെങ്കിൽ അവിടെ മറ്റുള്ളവരെ കൂടെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റഹ്മത്തുൻ നബവിയ, പ്രവാചകന്റെ റഹ്മത്ത്, അത് മശായിഖമാരിലൂടെ, ഔലിയാക്കളിലൂടെ, പണ്ഡിതന്മാരിലൂടെ നമ്മുടെ നാട്ടിലേക്ക് ഇങ്ങനെ എത്തിയിട്ടുണ്ട്. അത് എത്തിപ്പിടിച്ച ആളുകളാകാൻ നമ്മൾ ശ്രമിക്കണം. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അതിന് ശ്രമിച്ച് അതോടൊപ്പം അവർ പഠനം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മക്കൾ പറയാതെ നിസ്കരിക്കുകയും അച്ചടക്കമുള്ള ഡിസിപ്ലിനുള്ള ആളുകളൊക്കെ ആകും. പിന്നെ ആ കുട്ടികളുടെ ചെറിയ പ്രായത്തിലുള്ള ഗുരുത്തക്കേടുകളുണ്ടാകും. അതിനോടൊപ്പം അവർ പഠിച്ചുകൊള്ളും, അവർ വലിയ ഉയരങ്ങളിലെത്തും. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്ന ഫതഹ്നാ ലക ഫത്ഹൻ മുബീന എന്ന തിരുവാക്യം കൊണ്ട് ഈ ഒരു പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിക്കുന്നു. എല്ലാവരും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.